ഇന്ത്യ ശ്രീലങ്ക T20 മത്സരം നടക്കുന്ന വുമൺസിന്റെ T20 മത്സരം നടക്കുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഞാനുള്ളത്. ഇവിടെ 3 മാച്ചുകളാണ് നടക്കുന്നത്. 26, 28, 30 തീയതികളിൽ ഈ മാസം നടക്കുന്ന മാച്ചാണ്. അപ്പോൾ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നമുക്കറിയാം പിച്ചുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ക്യൂറേറ്റർ വിജു സീമലാലിനൊപ്പം ചേരുകയാണ്. സാറേ, നമുക്കറിയാം എപ്പോഴും തിരുവനന്തപുരത്തുകാർക്ക് ആവേശമാണ് ക്രിക്കറ്റ്. എങ്ങനെയാണ് ഇത്തവണ ഈ പിച്ചൊരുക്കലൊക്കെ മുന്നോട്ട് പോകുന്നത്? 2 പിച്ചാണ് ഈ കളിക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒന്ന് മാണ്ഡ്യ വിക്കറ്റ്, അതായത് ബാംഗ്ലൂരുള്ള ക്ലെയും, ഒന്ന് നമ്മളുടെ ലോക്കൽ ക്ലെയും. അപ്പോൾ 2 വിക്കറ്റ്, ഒരു വിക്കറ്റിൽ 2 കളിയും മറ്റേ വിക്കറ്റിൽ 1 കളിയും, അങ്ങനെ 3 മാച്ചാണ്. നല്ല മാച്ചായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം 2 മാച്ച് കഴിഞ്ഞിട്ടാണ് ടീമുകളിവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 2 മാച്ച് കളിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസോടുകൂടി ബാക്കിയുള്ള 3 മാച്ച് നല്ലൊരു മാച്ചായിരിക്കും, നല്ല മാച്ചുകളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം ബാറ്റിംഗ് പിച്ച് ആയിരിക്കും ഒരുക്കുന്നത് അല്ലേ? തീർച്ചയായും ബാറ്റിംഗ് പിച്ചാണ്, നല്ല ഒരു ബാറ്റിംഗ് പിച്ചാണ്. റൺസ് വരണം, അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എവിടെ എത്തി പിച്ചൊരുക്കലൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്? പിച്ച് അതിൻ്റെ ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്. അതായത് ഇന്ന് 22, ഒരു 2-3 ദിവസം കൂടി ഇനിയുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് റോളിങ്ങും ഗ്രാസ് കട്ടിങ്ങും എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അവസാന മിനുക്ക് പണിയാണ്. അതായത് റോൾ ചെയ്ത് നല്ല കംപ്രസ്സാക്കി ഗ്രാസ് കട്ട് ചെയ്ത് ഷൈൻ ചെയ്ത് ബോൾ ബാറ്റിലോട്ട് വരത്തക്ക രീതിയിലുള്ള സെറ്റപ്പാണ് ചെയ്യുന്നത്. നല്ല ബൗൺസ് ഒക്കെ കിട്ടാവുന്ന തരത്തിലുള്ള പ്രത്യേകിച്ച് ലേഡീസിൻ്റെതായതുകൊണ്ട് മെൻസിൻ്റെ അത്ര ഒരു ഷോൾഡർ പവറൊന്നും അവർക്കില്ലാത്തത് കൊണ്ട് ബോൾ എറിഞ്ഞാലൊന്ന് ബൗൺസ് ചെയ്യണം, എങ്കിലേ അവർക്ക് കളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള നല്ല 2 ടൺ റോളർ, 1.5, അങ്ങനെ മാക്സിമം നല്ല ഹെവി വെയിറ്റുള്ള റോളറിട്ട് പിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇന്ത്യ ന്യൂസിലാൻഡും ഒപ്പം തന്നെ വുമൺസിന്റെ ഇന്ത്യ ശ്രീലങ്ക മാച്ചുകളുമാണ് ഇപ്പോൾ ഇനി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാനുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ട അക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്യൂറേറ്റർ വിജു സീമലാൽ ന്യൂസുമായി പങ്കുവച്ചിരിക്കുന്നത്. രജീഷ് നരികുനി, സീമലാൽ ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.